ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PC നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞാൻ LGS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: മസ്തിഷ്കാഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ അടുത്തിടെ ചെന്നൈയിൽ വികസിപ്പിച്ചു. പേര്? മസ്തിഷ്കാഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ അടുത്തിടെ ചെന്നൈയിൽ വികസിപ്പിച്ചു. പേര്? ആൻസർ: പ്ലൂട്ടോ. പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അടുത്ത ചോദ്യം: മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായുള്ള കമ്മിറ്റി രൂപവൽക്കരിച്ചത് ഏത് വർഷമാണ്? മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജസ്റ്റിസ് ഹേമ അധ്യക്ഷതയായുള്ള കമ്മിറ്റി രൂപവൽക്കരിച്ചത് ഏത് വർഷമാണ്? ആൻസർ: 2017. അടുത്ത ചോദ്യം: UN-ന്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്? UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്? ആൻസർ: പർവത നേനി ഹരീഷ്. അടുത്ത ചോദ്യം: മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായിക? മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായിക? ആൻസർ: KS ചിത്ര. അടുത്ത ചോദ്യം: അടുത്തിടെ അന്തരിച്ച മരിയ ബ്രന്യാസ് എങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത്? അടുത്തിടെ അന്തരിച്ച മരിയ ബ്രന്യാസ് എങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ആൻസർ: ലോകത്തെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന നിലയിൽ. 1907 US-ൽ ജനിച്ച ബ്രന്യാസ് 117-ാം വയസ്സിൽ സ്പെയിനിൽ വെച്ചാണ് അന്തരിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. പേര്? ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. പേര്? ആൻസർ: INS അരിഘാത്. ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് അരിഘാതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം: കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ അധ്യക്ഷ? കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ അധ്യക്ഷ? ആൻസർ: ആരതി സരിൻ. അടുത്ത ചോദ്യം: പാകിസ്ഥാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര്? പാകിസ്ഥാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര്? ആൻസർ: ഷഹീൻ 2. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതാണ് മിസൈൽ. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ ലോകായുക്തയായി ചുമതലയേറ്റത്? ആൻസർ: ജസ്റ്റിസ് N അനിൽകുമാർ. അടുത്ത ചോദ്യം: ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഹൈടെക് മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഹൈടെക് മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? ആൻസർ: ബാംഗ്ലൂരുവിൽ. വിജയനഗർ മെട്രോ സ്റ്റേഷന് സമീപമുള്ള മാർക്കറ്റിൻ്റെ പേര് കൃഷ്ണദേവരായ പാലിക്കെ ബസാർ.
16-ാം നൂറ്റാണ്ടിലെ വിജയനഗര രാജാവാണ് കൃഷ്ണദേവരായർ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? സംസ്ഥാനത്തെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ? ആൻസർ 49ാമത്. അടുത്ത ചോദ്യം, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ മധ്യപ്രദേശ്. ന്യൂനപക്ഷ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയാണ് ഇദ്ദേഹം. അടുത്ത ചോദ്യം, ഏതു രാജ്യത്താണ് പാർലമെൻറ്റിലെ എലികളെ തുരത്താൻ ബഡ്ജറ്റിൽ 12 ലക്ഷം രൂപ നീക്കിവെച്ചത്? ഏതു രാജ്യത്താണ് പാർലമെൻറ്റിലെ എലികളെ തുരത്താൻ ബഡ്ജറ്റിൽ 12 ലക്ഷം രൂപ നീക്കിവെച്ചത്? ആൻസർ പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി നൽകിയ പേരുകൾ? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി നൽകിയ പേരുകൾ? ആൻസർ അശോക സീമൗണ്ട്, ചന്ദ്രഗുപ്ത് റിഡ്ജ്, കൽപ്പതരു റിഡ്ജ്. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ രൂപവൽക്കരിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്? ആൻസർ 5. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയവരാര്? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ മൗലവി അഹമ്മദുള്ള. അദ്ദേഹത്തെ കൂടാതെ മറ്റ് കലാപസ്ഥലങ്ങളും നേതാക്കളെയും കൂടി ക്ലാസ്സിൽ പറയുകയാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായ്, ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചത്. അടുത്ത ചോദ്യം, 1905 ബംഗാൾ വിഭജനം നടത്തിയതാര്? 1905 ബംഗാൾ വിഭജനം നടത്തിയതാര്? ആൻസർ കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതാര്? കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതാര്? ആൻസർ VO ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ വാലന്റൈൻ ഷിറോൾ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്